ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അത് ഈ ഒരു ലോഗോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം ഈ ശ്രീറാം ഫിനാൻസിൻ്റെ പേരിൽ ഭയങ്കരമായൊരു സ്കാമും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും. ഇത് എൻ്റെ പേരിൽ ഞാൻ എടുക്കാത്തൊരു ലോണാണ് ഇപ്പോൾ കാണിക്കുന്നത്. ശ്രീറാം ഫിനാൻസ് 2 ലക്ഷം രൂപയുടെ ലോണ് കാണിക്കുന്നുണ്ട്. കൊമേഴ്സ്യൽ വെഹിക്കിളിൻ്റെ ആണ് കാണിക്കുന്നത് കേട്ടോ. ഇത് നിലവിൽ ആക്റ്റീവാണ്. നിലവിലിത് ഞാൻ എടുത്തിട്ടില്ല ഈ ലോണ്. ഇത് ചെറുപുഴ ശ്രീറാം ഫിനാൻസിൽ നിന്നാണ് ഇത് കേട്ടോ. ഇത് നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്. ഞാൻ അവരെ വിളിച്ച് നല്ല 2 ഡയലോഗെല്ലാം പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞത് 2 ദിവസം കൊണ്ട് പരിഹരിക്കാം, നിങ്ങളുടെ ആധാർ കാർഡ് പാൻ കാർഡ് ഒക്കെ ഒന്ന് അയച്ചു തരാനാണ് അവർ പറഞ്ഞേക്കുന്നത്. ഞാൻ എന്തായാലും അയച്ചു കൊടുത്തു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല 2 ദിവസം കൊണ്ട് ഇത് റെഡിയാവുന്നു. കാരണം ഇപ്പോൾ എല്ലാ സ്ഥലത്തും വലിയ വലിയ സ്കാമുകൾ നടക്കുന്നുണ്ട് ശ്രീറാമുമായി ബന്ധപ്പെട്ട്. ഇതൊക്കെ 2 ലക്ഷത്തിൻ്റെയാണ്. ഇതിലും വലിയ എമൗണ്ടുള്ള ആളുകൾ ഈ പറയുന്ന പോലെ അവരുമായിട്ട് ബന്ധപ്പെടുകയും പല പല ബുദ്ധിമുട്ടിലാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ മറ്റൊരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സിവിൽ കുറവായിരിക്കും. അപ്പോൾ മറ്റൊരു ലോണ് നമ്മൾ ഉദ്ദേശിക്കുന്ന എമൗണ്ടൊന്നും നമുക്ക് കിട്ടില്ല. അങ്ങനെയാണ് ഈ സംഭവം പുറത്ത് വന്നത്. ശരിക്കും ഒരുപാട് പേർ ഇപ്പോൾ നമ്മൾ ജാമ്യം നിന്നാൽ പോലും അവർക്ക് എടുക്കാത്തതിൻ്റെ പേരിൽ ഇതേപോലെ വലിയ എമൗണ്ടുകൾ കാണിക്കുന്നുണ്ട് ആക്റ്റീവായിട്ട്. ഇത് മെയിനായിട്ട് നമ്മുടെ സിവിൽ കുറയ്ക്കും. ഇപ്പോൾ ഇത് ന്യൂസിലെല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിവിൽ കുറഞ്ഞിട്ടുള്ള ആളുകൾക്ക് ലോണ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് മാറ്റി മറിച്ചിട്ട് അവർ കൊടുക്കുക എന്നാണ് അറിഞ്ഞത്. ഇതുണ്ടോ, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാണ് കേട്ടോ. ഇത് ലാസ്റ്റ് അപ്ഡേറ്റ് ജൂലൈ 2026 അക്കൗണ്ട് 2024 ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ 2024 ജൂലൈയിൽ ക്രിയേറ്റ് ചെയ്ത ഈ സംഭവം എൻ്റെ ബൈക്കിൻ്റെയാണ്. അത് 60,000 രൂപയുടെ ഒരു ലോണാണ്. 2 വീലറിന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ സെയിം ടൈമിൽ തന്നെയാണ് ഇതും അവിടെ എടുത്തിട്ടുള്ളതായിട്ട് കാണിക്കുന്നത്. ഉണ്ടോ, ജൂലൈ 2024 തന്നെയാണ് ഞാൻ എൻ്റെ ബൈക്ക് ലോൺ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഇന്നും ഇന്നലെ തുടങ്ങി, നമ്മളാരും അത് ശ്രദ്ധിക്കുന്നില്ല. പലർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വന്നപ്പോഴാണ് ഇത് പുറത്ത് വന്നത്. അപ്പോൾ എന്തായാലും വലിയൊരു സ്കാമാണ്. പിന്നെ ന്യൂസിലൊക്കെ കണ്ട ഏതൊക്കെയോ ചില ബ്രാഞ്ചുകൾ, കേരളത്തിലെ ചില ബ്രാഞ്ചുകൾ ഈ ഒരു പ്രശ്നം കാരണം ശ്രീറാമിൻ്റെ പൂട്ടിപ്പോയിട്ടുണ്ട് എന്നുള്ളതെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും നമ്മൾ ഇത് ഒഴിവാക്കി കിട്ടിയില്ലെങ്കിൽ മുന്നോട്ട് മറ്റെന്തെങ്കിലും ലോണും പരിപാടികളൊക്കെ ആയിട്ട് പോകുമ്പം എന്തായാലും ഉറപ്പായിട്ടും അത് ബുദ്ധിമുട്ടാകുമെന്നുള്ളതിൽ യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിനൊരു സൊല്യൂഷൻ ഈ ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്നത് ശ്രീറാം ഫിനാൻസ് ചെറുപുഴയാണ്, ചെറുപുഴ ബ്രാഞ്ചിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി നേരിടുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ.